ഹലോ ഗീസ് ടി കെ ഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്നത്തെ പോലെ ഇന്നും ജനലിലാരും മുട്ടി വിളിക്കുന്ന സൗണ്ട് കേട്ട് എണീറ്റു. ഇന്നത്തെ സൗണ്ടിന് കുറച്ച് ഗാംഭീര്യം കൂടുതലായിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്നുകൊണ്ട് തന്നെ ഈ സൗണ്ട് കേട്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തോന്നി. ആരെയൊക്കെയോ മനസ്സിൽ തെറി വിളിച്ചുകൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ദാ കാണുന്ന കാഴ്ച ദയനീയതയില്ലാതെ ഇവൻ്റെ ഈ വലിയ ചുണ്ടുകൊണ്ട് ഗ്ലാസ്സിലിട്ട് കൊത്തി 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 ഇവനായിരുന്നു ഇത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കിയത്. നേരത്തെ തന്നെ ജനലിൻ്റെ 3-4 പാളി ഗ്ലാസ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ചൂടടിച്ചിട്ട് പൊട്ടുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായേ ഇവൻ്റെ ഈ വലിയ ചുണ്ട് കൊണ്ട് വന്നിട്ട് കൊത്തി കൊത്തി കൊത്തിയാണ് ആ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുന്നത്. നോർമലിൽ എല്ലാ ദിവസവും രാവിലെ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കിളികളാണ്. ചെറിയ ചെറിയ കുരുവി, അതുപോലെ തന്നെ ഇരട്ടത്തലച്ചി, കരിയില കിളി, അതുപോലെ തന്നെ ഈ ചുണ്ടിന് നീളമുള്ള കൊച്ചു കിളിയുണ്ടല്ലോ, അതൊക്കെ വന്നാണ് ഗ്ലാസ്സിലിട്ട് കൊത്തുന്നത്. അതൊക്കെ എന്ന് പറയാൻ വലിയ സൗണ്ടൊന്നുമില്ല, എന്നാലും ഗ്ലാസ് ഒന്നും ഡാമേജ് ആവത്തില്ല. പക്ഷേ ഇതിൻ്റെ ഈ വേഴാമ്പലിൽ ചുണ്ടുകൊണ്ടൊക്കെ കൊത്തുമ്പോൾ തന്നെ നമുക്കതിന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ആ ഒരു ശക്തിയായിട്ട് ഇത് കൊത്തുന്നത്. കൊത്തുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ മരം കൊത്തി വരാറുണ്ട്. വേഴാമ്പലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മരം കൊത്തിയ മിക്ക ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതും അതിൻ്റെ ഈ വലിയ ചുണ്ടും കൊണ്ട് വന്നിട്ട് ഗ്ലാസ്സിലിട്ട് ആഞ്ഞാഞ്ഞാ കൊത്തുന്നത്. ഈ കിളികളുടെ ശല്യം കാരണം മിക്ക ജനലും തുണി കൊണ്ട് മറച്ച് വെച്ചിരിക്കുക. അതുങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുങ്ങൾ നോക്കുമ്പോൾ എന്തുവാ ഞങ്ങളെപ്പോലെ വേറെ സംഭവം ഒന്നുകൊണ്ട് അകത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരിക എന്നുള്ള രീതിയിലാണ് ഇതുങ്ങൾ അങ്ങോട്ട് കൊത്തുന്നത്. അപ്പോൾ നമ്മൾ അതുങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പാവങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇതുമെല്ലാം ഒരു ഗ്ലാസിൻ്റെ മായാജാലമാണെന്നുള്ളത്. അങ്ങനെ എന്തായാലും രാവിലെ ഈ സൗണ്ടൊക്കെ കേട്ട് എണീറ്റ് കുറേ നേരം നിൻ്റെ വേഴാമ്പലിലെ ഗ്ലാസ്സിലുള്ള പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കലി പറന്നുപോയി. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ റംബൂട്ടാൻ നിൽപ്പുണ്ടായിരുന്നു. ആ റംബൂട്ടാൻ്റെ കാ മൊത്തം അരിയുക. ഇത് ഒന്നല്ല, ഒരുപാട് വേഴാമ്പൽ വന്നിരിപ്പുണ്ട് ആ മരത്തിൽ റംബൂട്ടാനയിൽ. റംബൂട്ടാനൊക്കെ പഴുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കിളികളുടെ അഭിഷേകമായിരിക്കും. ഏറ്റവും കൂടുതൽ പേരത്തത്ത, അതുപോലെ തന്നെ ഒറിജിനൽ തത്തയുണ്ട്. അതിനുശേഷം പിന്നെ വേഴാമ്പൽ, അതുപോലെ കിറിങ്ങണത്തി, അണ്ണാൻ എന്ന് വേണ്ട സകലമാന കിളികളും പിന്നെ റംബൂട്ടാൻ്റെ മണ്ടയ്ക്കായിരിക്കും. റംബൂട്ടാൻ പിന്നെ ഏകദേശം പഴുക്കാറൊക്കെ കഴിയുമ്പോൾ നമ്മൾ പുറത്ത് ആൾക്കാർക്ക് കൊടുക്കും. അവർ തന്നെ വന്നിട്ട് പിന്നെ ഫുള്ള് നെറ്റൊക്കെ ഇടും. പിന്നെ വലിയ ശല്യമൊന്നും കാണത്തില്ല കിളിയുടെയൊക്കെ. ഇത് പിന്നെ ഞങ്ങളുടെ മുറ്റത്തെ കൃഷിയാണ്. ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെയൊക്കെ നല്ലപോലെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ കുറച്ച് നേരം കൃഷിയൊക്കെ നോക്കി നടന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചേനയാണ്. പന്നിശല്യം, ഭയങ്കര പന്നിശല്യം. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ അത് വന്ന് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വന്ന് കുത്തിമറിച്ച് കളയും. ചേനയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിളിച്ച് വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല. ചൂട് സമയത്താണെങ്കിൽ 1-2 മഴ കിട്ടിയപ്പം വീട്ടിലിരുന്ന ചേന നീറിപ്പോയിരുന്നു. അപ്പോൾ അത് അഴുക്കാക്കി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ ചാണകപ്പാലത്തൊക്കെ മുക്കിയിട്ട് കൊണ്ടുവന്ന് നടുവായിരുന്നു. പിന്നെ കരിയിലയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തണുപ്പൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഈ പരുവത്തിൽ ചേനയാക്കി എടുത്തത്. നമ്മൾ ഈ ചേനയൊക്കെ നടുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ചാണകപ്പാലത്ത് മുക്കി വെച്ചിട്ടാണ് നമ്മൾ ചേനയൊക്കെ നടാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണിൻ്റെ ഇടി വെച്ച് തന്നെ ഇത് പട്ടുപോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ കൃഷിക്കത്തോടുള്ള നടത്തമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം 10 മണിക്കത്തേക്കിന് കപ്പയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഒരു മൂട് കപ്പ വിഴുതു. 6 മാസം ചീനി ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൂട് കപ്പ വിഴുതപ്പോൾ തന്നെ ഇഷ്ടംപോലെ ചീനി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എമ്പോറിൻ ചീനിയാണെന്നേ പറയത്തുള്ളൂ. അങ്ങനെ കപ്പയൊക്കെ പൊളിച്ച് അതിനുശേഷം ചമ്മന്തിക്കുള്ള കാന്താരിയും ചെറുള്ളിയും എല്ലാം കൂടി ഇട്ട് മിക്സാക്കി അതിനുശേഷം തൈരോട് ഒഴിച്ച് നല്ലൊരു ചമ്മന്തി അങ്ങോട്ട് ഉടച്ചു. അന്നേരം തന്നെ നമ്മുടെ കപ്പയെ ഇവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. 6 മാസം ചീനിയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു. അങ്ങനെ നീണ്ട കപ്പ വേറൊരു പാത്രത്തിലോട്ടാക്കി, അതുപോലെ തന്നെ ചമ്മന്തി അതിനകത്തോട്ട് ഒഴിച്ച് ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് തട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.